ജോബിൻ്റെ പുസ്തകം പറയുന്നു, ഒരു വൃക്ഷമായിരുന്നാൽ പ്രതീക്ഷയുണ്ട്. അത് വെട്ടിയാലും പിന്നെയും കിളിർക്കും. വേര് ഉണങ്ങിപ്പോയാലും അറ്റുപോയാലും അഴുകിപ്പോയാലും പിന്നെ അത് തളിർവിടും. അതൊരു വൃക്ഷത്തിന് വേണ്ടി പറയുന്നതല്ല, സഭയ്ക്ക് വേണ്ടി പറയുന്നതാണ്. നിങ്ങൾ ഒറ്റയ്ക്കായിരിക്കരുത്. ഏകാകി വീണാലോ അവനെ ആരെഴുന്നേൽപ്പിക്കും? നിങ്ങൾ ഭാര്യ ഒന്നിച്ച് നിൽക്കണം. നിങ്ങളൊരു സഭയാണ്. വീട് നിങ്ങളുടെ കീഴിൽ വരും. നിങ്ങൾ നിങ്ങളുടെ സഹോദരൻ ഒന്നിച്ച് നിൽക്കണം. അതൊരു സഭയാണ്. നിങ്ങൾ നിങ്ങളുടെ സ്നേഹിതനെ ഒന്നിച്ച് നിൽക്കണം. രണ്ടുപേരേ ഉള്ളൂ, മതി. കർത്താവിൽ ഒന്നിച്ച് നിന്നാൽ സഭയാണ്. വെട്ടിയാലോ നിങ്ങൾ പിന്നെയും വെട്ടിക്കിളിർക്കും. വേരറ്റ് പോയാലോ പിന്നെയും വെള്ളത്തിൻ്റെ ഗന്ധമേറ്റാൽ തളിർവിടും. കൺവെൻഷൻ കഴിയുമ്പോൾ വീണ്ടും തളിർവിടുമെന്ന്. ഉപവാസ പ്രാർത്ഥന കഴിഞ്ഞാൽ വീണ്ടും തളിർവിടും. നിങ്ങൾക്ക് തോൽക്കാൻ കഴിയുകയില്ല. നിങ്ങൾ യേശുവിൻ്റെ ശരീരമാണ്. യേശുവിൻ്റെ ശരീരം ജയിച്ച ശരീരമാണ്. നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടപ്പെടും. ഭൂമിയിൽ അഴിച്ചാൽ സ്വർഗത്തിൽ അഴിക്കപ്പെടും. നിങ്ങൾക്ക് നിർത്തൽ ചെയ്യാം. ദാരിദ്ര്യം നിങ്ങൾക്ക് മാറ്റാം.